ഓം ശാന്തി. ഒരിക്കലും വൈകുന്നേരം ഒരച്ഛൻ ജോലി കഴിഞ്ഞ ശേഷം വീട്ടിലേക്ക് വന്ന് കയറി. വൈകുന്നേരം എന്ന് പറഞ്ഞാൽ 8 മണി 8:30 ആവാൻ സമയം. ആ സമയത്ത് ഒരു ചെറിയ മോന് തുള്ളിച്ചാടി ചെന്നുകൊണ്ട് അച്ഛൻ്റെ കയ്യും പിടിച്ച് തുള്ളി അകത്ത് വരുന്ന കൂട്ടത്തിൽ അവൻ അച്ഛനോട് ചോദിക്കുക, അച്ഛാ 1 മണിക്കൂറിന് അച്ഛൻ എത്ര പൈസ കിട്ടുമെന്ന്. അപ്പോൾ ആ അച്ഛൻ മോനോട് ചോദിച്ചു, ഇതെന്ത് ചോദ്യടാ, അച്ഛൻ 1 മണിക്കൂറിന് പൈസ കിട്ടുന്നപ്പോൾ നീ എന്തിനാ അറിയുന്നത്? അപ്പോൾ അവൻ പറയും, അങ്ങനെയല്ല, അറിയാൻ ചോദിക്കുക അച്ഛാ, 1 മണിക്കൂറിന് അച്ഛൻ എത്ര പൈസ കിട്ടും ചോദിച്ചു. അപ്പോൾ അച്ഛൻ കുറച്ച് ഇറിറ്റേഷനോട് കൂടി ആണെങ്കിലും പറഞ്ഞു, അത്ര നിനക്കറിയാൻ ആഗ്രഹമാണോ? അപ്പോൾ അവൻ വീണ്ടും പറയും, ആ അച്ഛാ അറിയാൻ ആഗ്രഹിച്ചിട്ടാ പറയുകയെന്ന് പറയും. അച്ഛൻ 1 മണിക്കൂറിന് 100 രൂപ കിട്ടുമെന്ന് പറയും. അപ്പോൾ അവൻ അച്ഛൻ്റെ കയ്യിൽ പിടിച്ചിങ്ങനെ തുള്ളി ചോദിക്കുക, അച്ഛാ എനിക്കൊരു 50 രൂപ കടം തരുമോ? അപ്പോൾ അച്ഛന് കുറേയും കൂടെ ദേഷ്യം വന്നു. അച്ഛൻ പറഞ്ഞു, ഇപ്പോഴത്തെ കുട്ടികൾക്കേ പൈസയെക്കുറിച്ച് ഒരു വിലയുമില്ല, നിനക്ക് എന്തിനാണ് ഈ 50 രൂപ, എന്ത് സാധനം നിനക്ക് കിട്ടാത്തത്, അത് നീ പറയും എന്നോട് എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ ശകാരിച്ചുകൊണ്ട് പറയും, പൈസയൊന്നും തരാൻ പറ്റില്ല, നീ പോ നിൻ്റെ മുറിയിലേക്ക് എന്ന് പറയും. അങ്ങനെ അവൻ വിഷമിച്ചുകൊണ്ട് അവൻ്റെ മുറിയിലേക്ക് കയറിപ്പോയി. അയാൾ പോയി ചായ കഴിച്ചു, വേഷം മാറ്റി ചായ കഴിച്ച് ഒരു 1/4 മണിക്കൂർ സമയം കഴിഞ്ഞപ്പോൾ അയാളുടെ മനസ്സ് തണുത്തു പോയി. ആദ്യമൊക്കെ മനസ്സിൽ ഭയങ്കര ഇറിറ്റേഷൻ വരുന്നുണ്ടായിരുന്നു. ഈ കുട്ടികൾക്ക്, ഇപ്പോഴത്തെ കുട്ടികൾക്ക് പൈസയുടെ വില അറിയില്ല ഒക്കെ പറഞ്ഞ് ഒരുപാട് പറയുന്നുണ്ടായി. പക്ഷേ കുറച്ച് മനസ്സ് തണുത്തപ്പോൾ കുട്ടി കിടക്കുന്ന മുറിയിൽ വന്നിട്ട് ചോദിക്കുകയാണ്, നീ ഉറങ്ങിയോ? അപ്പോൾ അവൻ കട്ടിലിൽ ഇങ്ങനെ കണ്ണടച്ച് കിടക്കുന്നുണ്ട്. പറയില്ല, ഞാൻ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ 50 രൂപ കൊണ്ട് അവന് കൊടുത്തിട്ട് പറയും, എന്താ മോനെ 50 രൂപ നീ ചോദിച്ചത്, എന്തായിരുന്നു നിൻ്റെ ആവശ്യമെന്ന്. 50 രൂപ അച്ഛൻ കൊടുത്തപ്പോൾ അവൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി എണീറ്റ് കട്ടിലുമേൽ നിന്ന് എന്നിട്ട് ഓടിപ്പോയിട്ട് അവിടെ ഒരു അലമാരിയിൽ അവൻ്റെ ഒരു കൊച്ചു കുടുക്ക ഉണ്ടായിരുന്നു. ആ കുടുക്ക എടുത്ത് തുറന്ന് അതിൽ നിന്ന് പൈസ ഇങ്ങനെ മടിയിലേക്ക് ചൊരിഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇത്ര പൈസ നിൻ്റെ കയ്യിൽ ഉണ്ടായിട്ടാണോ നീ എന്നോട് പൈസ ചോദിച്ചത്? അപ്പോൾ അവൻ ഒന്നും കേൾക്കാത്ത പോലെ ഇതിങ്ങനെ എണ്ണി നോക്കുമ്പോൾ അതിൽ 50 നാണയങ്ങൾ. അവന് ഭയങ്കര സന്തോഷമായി. കൈ നിറച്ച് നാണയം, അതിൻ്റെ മുകളിൽ 50 നോട്ടും വെച്ച് അച്ഛന് കൊണ്ട് കൊടുത്തിട്ട് പറയുകയാണ്, അച്ഛാ ഇതാ അച്ഛന് 1 മണിക്കൂറിൻ്റെ പൈസ, നാളെ 1 മണിക്കൂർ നേരത്തെ വരണേ, എൻ്റെ കൂടെ ഒന്ന് നിന്ന് ചെന്ന് ആഹാരം കഴിക്കാൻ, എൻ്റെ കൂടെ കളിക്കാൻ വരണേ അച്ഛാ എന്ന്. അത് കേട്ടപ്പോൾ അയാളുടെ കണ്ണങ്ങ് നിറഞ്ഞുപോയി. വാസ്തവത്തിൽ ഈ ലോകത്ത് എവിടേക്കോ വേണ്ടി നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കുന്ന സമയത്ത് എല്ലാം നേടിയെടുക്കാൻ വേണ്ടതായിട്ടുള്ള ഓട്ടത്തിൻ്റെ ഉള്ളിൽ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന കാര്യമാണ് നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾക്കൊപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട്, നമ്മുടെ കൊച്ചു മക്കൾക്ക് അവരുടെ കൂടെ കളിക്കാൻ, അവർക്ക് നമ്മളെ മിസ് ചെയ്യാതെ അവരുടെ കൂടെ നമുക്കൊന്ന് സമയം കൊടുത്ത് അവർക്ക് വേണ്ടത് കൊടുത്ത്, അവർക്ക് സാധനം മാത്രമല്ല ആവശ്യം, നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്ന വില കൂടിയ കളിക്കോപ്പുകൾ മാത്രമല്ല ആവശ്യം, വീഡിയോ ഗെയിംസ് മാത്രമല്ല ആവശ്യം, അവർക്ക് ആ സാന്ത്വനം, ആ സ്പർശനം, അതിലൂടെ കിട്ടുന്ന ആ സെക്യൂരിറ്റി, എൻ്റെ അച്ഛൻ്റെ കൂടെ കളിക്കുമ്പോൾ കുഞ്ഞിന് കിട്ടുന്ന അമ്മയുടെ കൂടെ അച്ഛൻ്റെ കൂടെ കളിക്കുമ്പോൾ ചിരിക്കുമ്പോൾ ഇടികൂടുമ്പോൾ മക്കൾക്ക് കിട്ടുന്ന ഒരു സുരക്ഷിതത്വ ബോധവും ആ ഒരു സംരക്ഷണവും ആ ഒരു സന്തോഷവും ഉണ്ട്. അതൊരിക്കലും കാലം കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് കൊടുക്കാൻ സാധ്യമല്ല. ഇതെല്ലാം വാങ്ങിച്ചു കൊടുത്തുള്ള ഓട്ടത്തിൽ പ്രമോഷൻ നേടാൻ വേണ്ടി, ഡ്രീം സ്വന്തമാക്കാൻ വേണ്ടി യാത്ര ചെയ്ത് മക്കൾ വലുതായി ആവുമ്പോഴേക്കും അച്ഛനും അമ്മയും ഒരു നിലയിലെത്തി. ആ നിലയിലെത്തിക്കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അവരുടെ ബാല്യം നമുക്ക് തിരിച്ചു കൊടുക്കാനാവില്ല. നമ്മുടെ കൂടെ ജീവിച്ചിരുന്ന ആളുകൾക്ക് നഷ്ടപ്പെട്ടു പോയതെല്ലാം നമുക്ക് വാങ്ങിക്കൊടുക്കാനാവില്ല. അതുകൊണ്ട് എത്ര തിരക്ക് പിടിച്ച് ഓടുമ്പോഴും നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ രാവും പകലും അധ്വാനിക്കണം, യാതൊരു സംശയവും ഇല്ല. പക്ഷേ ബാലൻസിങ്, നമ്മുടെ ഫാമിലിക്ക് വേണ്ടി, നമ്മുടെ കൂടെയുള്ളവർക്ക് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ, അവരെ മനസ്സിലാക്കാൻ, അവരെ അറിയാൻ, അവരെ പരിപോഷിപ്പിക്കാൻ, അവിടെയാണ് നമ്മുടെ ഡ്രീം യഥാർത്ഥമായ രീതിയിൽ സ്വന്തമാവുള്ളൂ. അല്ലെങ്കിൽ ജീവിതത്തിലെല്ലാം നിങ്ങൾ നേടും, അവസാനം ആർക്ക് വേണ്ടി എല്ലാം സമ്പാദിച്ചോ അവർ ക്യാരക്ടർ ഡിഫക്റ്റ് വന്നു കഴിയുമ്പോൾ ഫീലിംഗ് ഓഫ് ഇൻസെക്യൂരിറ്റി എന്നത് ഒരു കുട്ടിയുടെ ഉള്ളിൽ ക്യാരക്ടർ ഡിഫക്റ്റ് ഡെവലപ്പ് ചെയ്യും. ക്യാരക്ടർ ഡിഫക്റ്റ് എങ്ങാൻ വന്നു പോയി കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് നന്നാക്കാൻ സാധ്യമല്ല. അപ്പോൾ ജീവിതത്തിൽ എല്ലാം നേടിയെടുത്ത് സന്തോഷിക്കാൻ ഫാമിലിക്കൊപ്പം എന്ന് പറഞ്ഞ് നിങ്ങൾ തിരിച്ചെത്തുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫാമിലിയിലെ അംഗങ്ങളുടെ അവസ്ഥ നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിലായിപ്പോയി കഴിഞ്ഞാൽ ഒരിക്കലും നികത്താൻ പറ്റാത്ത സങ്കടമായി തീരും. അതുകൊണ്ട് ഏത് ഓട്ടത്തിൻ്റെ ഇടയിൽ ഓടുന്ന സമയത്തും, എത്ര തിരക്ക് പിടിച്ചുകൊണ്ട് തൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ പോകുമ്പോഴും ലൈഫിലെ ബാലൻസിങ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഈ കാര്യത്തെ തീർച്ചയായിട്ടും മനസ്സിലാക്കിക്കൊണ്ട് ദിവസത്തിൽ കുറച്ച് സമയം, ആ മണിക്കൂറിൻ്റെ വില അത് നിങ്ങളുടെ ഫാമിലിക്കൊപ്പുള്ളതാണ്, നിങ്ങളുടെ മക്കൾക്കൊപ്പുള്ളതാണ്, നിങ്ങളുടെ ജീവിക്കുന്ന സാഹചര്യത്തിലെ നിങ്ങളുടെ ഫാമിലിയിലെ അംഗങ്ങൾക്കൊപ്പുള്ളതാണ്. അതൊരിക്കലും മിസ്സാക്കരുത്, അവരെ മറക്കരുത്, അവസാനം ഒരിക്കലും പശ്ചാത്തപിക്കാനുള്ള ഇടവരരുത്. അതുകൊണ്ട് നിങ്ങൾക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള ലൈഫ് നയിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ,
ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.